ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമൃതം പൊടിയാണ്. കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് വളരെ ടേസ്റ്റിയായി നമുക്ക് ചായക്കൊരു കടി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ അമൃതം പൊടി ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് ഒരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ആ മാവയ്ക്ക് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമ്മുടെ മാവിന് വേണ്ടത്. അത്ര കട്ടി മാവല്ല, അത്ര ലൂസ് മാവില്ല, ഈ ഒരു പരുവത്തിൽ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വാഴയിലയാണ്. വാഴയില ഇതുപോലെ ഒന്ന് കീറിയെടുത്ത് ഓരോ ബോൾസാക്കി നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇലയിലോട്ട് വെച്ച്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ചിരകിയ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ആ ചിരകിയ തേങ്ങയിലേക്ക് നമുക്ക് ഒരിക്കൽ ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം, ശർക്കര പാനി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കൊച്ചു പീസാക്കി ഈ തേങ്ങയുടെ മിക്സിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇലയിൽ പരത്തി വെച്ചിരിക്കുന്ന അമൃതം പൊടിയുടെ മാവിൽ നമുക്ക് ഇത് കുറേശ്ശെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഇത് നമുക്ക് മടക്കിയെടുക്കാം. എല്ലാത്തിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എല്ലാം നമുക്കിതുപോലെ ഒന്ന് മടക്കിയിടിച്ച ശേഷം ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അമൃതം പൊടിയുടെ ഒരു ചെവയൊന്നും നമ്മുടെ ഇലയപ്പത്തിന് കാണുന്നതല്ല. നല്ല ടേസ്റ്റിയാണ്. ആ പഴത്തിൻ്റെയും ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ ആ ഒരു ഫ്ലേവറാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാ ആവി കയറി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചൂടോടെ കഴിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.